നിയമസഭാ സമ്മേളനം വിളിക്കുന്നത് വൈകിപ്പിച്ച് സംസ്ഥാന സർക്കാർ. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം അവസാനിച്ചിട്ട് ഇന്നേക്ക് 4 മാസം. 6 മാസപരിധിക്കുള്ളിൽ യോഗം ചേർന്നാൽ മതിയെന്ന കീഴ്വഴക്കം ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ നീക്കം. തുടർവീഴ്ചകൾ സഭയിൽ ചർച്ചയാകുന്നത് തടയാൻ ആണ് ശ്രമം എന്നാണ് വിമർശനമുയരുന്നത്. അഖിൽ പാലോട്ട് മഠം ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഈ ഭരണവീഴ്ചകൾ സഭയിൽ ചർച്ചയാകും എന്നുള്ള ഭയത്താലാണോ ഇത്തരത്തിൽ സർക്കാർ നിയമസഭാ സമ്മേളനം വിളിക്കുന്നത്, വൈകിപ്പിക്കുന്നത്? അതിന് സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ന്യായീകരണം എന്താണ്? രോഹിണി, കഴിഞ്ഞ അതായത് 15ാം നിയമസഭയിലെ 13ാമത്തെ സമ്മേളനം നടക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ആ സമ്മേളനം അവസാനിക്കുന്നത്. മാർച്ച് മാസത്തിനു ശേഷം ആണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന നിരവധിയായ വിഷയങ്ങൾ കേരളത്തിന്റെ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നുണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലും എല്ലാം തന്നെ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നിരവധിയായ സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം സഭയ്ക്കകത്തും പുറത്തും സർക്കാർ സമാധാനം പറയേണ്ടി വരും സഭാ സമ്മേളന സമയത്ത് എന്ന നല്ല ബോധ്യം സർക്കാരിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സഭാ സമ്മേളനം വൈകിപ്പിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നിർബന്ധമില്ല, 6 മാസത്തിനകത്ത് മാത്രം സഭാ സമ്മേളനം കൂടിയാൽ മതി എന്നതാണ്. 6 മാസത്തിലൊരിക്കൽ, അതായത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മതി എന്നുള്ളതാണ് ഒരു കീഴ്വഴക്കം. പക്ഷേ ബഡ്ജറ്റ് സമ്മേളനം, വർഷകാല സമ്മേളനം, അതുപോലെ തന്നെയുള്ള ചില അടിയന്തര ഘട്ടങ്ങളിലാണ് സഭാ സമ്മേളനം സമ്മേളിക്കാറുള്ളത്. എന്തായാലും മാർച്ച് മാസത്തിലാണ് ഏറ്റവും അവസാനം സഭാ സമ്മേളനം കൂടിയത്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തെ തുടർന്ന് പുതിയ MLA ആണ്, കോൺഗ്രസിന്റെ MLA ആണ് സഭയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന ജാള്യത അടക്കം, കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അതിനു മുമ്പ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ പരാജയം ഉണ്ടാകുമ്പോൾ സഭാ സമ്മേളനം വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതേ കീഴ്വഴക്കത്തിൽ തന്നെ ഇത്തവണയും സഭാ സമ്മേളനത്തിൽ ഒരു കാലതാമസം ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ 6 മാസത്തെ കീഴ്വഴക്കമാണ് എന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസത്തിലായിരിക്കും ചിലപ്പോൾ സഭാ സമ്മേളനം, അതായത് അടുത്ത മാസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമോ ആയിരിക്കും സഭാ സമ്മേളനം ആരംഭിക്കുക. അങ്ങനെയാണെങ്കിൽ ഓണം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നീ കാര്യങ്ങളൊക്കെ മുൻനിർത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ സഭാ സമ്മേളനം, അതായത് കുറച്ച് ദിവസം മാത്രം സഭ സമ്മേളിച്ച് അവസാനിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ചില ബില്ലുകൾ മാത്രം അവതരിപ്പിച്ച്, ചില പ്രമേയങ്ങൾ മാത്രം അവതരിപ്പിച്ച്, അന്തരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ അനുശോചന പ്രമേയം അടക്കം അവതരിപ്പിച്ച് സഭ പിരിയാനുള്ള ഒരു സാധ്യതയും കൂടിയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് തന്നെ കൂടുതൽ കാര്യങ്ങൾ, കാരണം ഈ സഭാ സമ്മേളനം നടത്തിക്കൊണ്ട് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് സഭാ സമ്മേളനം വൈകിപ്പിക്കുന്നത് CPM ബോധപൂർവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ പറയാൻ സാധിക്കും. രോഹിണി.